ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളം പുറത്തായി എന്ന് തന്നെ പറയണം. വലിയ പ്രതീക്ഷയുള്ളൊരു സീസണായിരുന്നു, വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സീസണായിരുന്നു. അവസാനത്തെ ഒറ്റ മാച്ചാണ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം തന്നെ അവസാനിച്ചത്. അവസാനത്തെ ആ ഒരു മാച്ച് എന്ന് പറയുന്നത് വളരെ മോശം പെർഫോമൻസുമാണ് നമ്മൾ കാഴ്ചവെച്ചത്. ഇത് അവസാനത്തെ മാച്ച് നമ്മൾ വിജയിച്ചിരുന്നെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാമായിരുന്നു. തോറ്റതുകൊണ്ട് നമ്മൾ പുറത്തായി എന്ന് തന്നെ പറയണം. അതും ദയനീയമായിട്ടാണ് തോറ്റത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 42 ബോളുകൾ ബാക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ തോറ്റിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് കേരളമാണ്, വെറും 87 റൺസ് മാത്രമാണ് കേരളം എടുത്ത്. 13 ഓവറിൽ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശ് ആ ഒരു ലക്ഷ്യം മറികടന്നു എന്ന് തന്നെ പറയണം. അവർ 88 റൺസ് എടുത്ത് കളി വിജയിക്കുമായിരുന്നു 6 വിക്കറ്റിന്. സോ എന്തായാലും വളരെ ദയനീയൊരു പരാജയമായിരുന്നു. ആ ഒരു മാച്ചിൽ കേരളം വിജയിച്ചിരുന്നെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കായിരുന്നു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഇത് മാച്ച് പോയത് ഏതാണ്ട് മുംബൈ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് മാച്ച് വരെ നീണ്ടു. നമ്മുടെ ക്വാളിഫിക്കേഷൻ ചെയ്തു. നമ്മൾ തോറ്റെങ്കിൽ പോലും സ്റ്റിൽ നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. മുംബൈ തോറ്റിരുന്നെങ്കിൽ നമുക്ക് കയറായിരുന്നു അടുത്ത റൗണ്ടിലേക്ക്. പക്ഷേ മുംബൈ ജയിക്കുമായിരുന്നു. അതൊരു അപ്രതീക്ഷിത വിജയമാണ് മുംബൈക്ക്. ഏതാണ്ട് 229 റൺസാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് എടുത്തത്. ചേസ് ചെയ്താണ് മുംബൈ 232 സംതിങ് റൺസ് എടുത്തത്. സോ എന്തായാലും സുഖമായിട്ട് കയറാമെന്ന് നമ്മൾ അവസാനം കൊണ്ട് കലമൊടിച്ചു മുംബൈ വരെ തോൽപ്പിച്ചു. നമ്മൾ ഈ 232 റൺസ് എടുത്ത മുംബൈ വരെ നമ്മൾ തോൽപ്പിച്ച ടീമാണ്. സോ അവസാനം കൊണ്ടുവന്ന് കലമുടച്ചു എന്ന് തന്നെ പറയണം. സോ എന്തായാലും സഞ്ജു സാംസൻ്റെ നിങ്ങൾക്ക് സ്കോർ കാർഡൊക്കെ നോക്കിയാൽ മതി. ആദ്യത്തെ ഒരു മാച്ചിൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെയൊക്കെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു സഞ്ജുവിൻ്റെ. എന്നിട്ട് പോലും സൽമാൻ നിസാർ എന്ന് പറയുന്ന പ്ലെയറൊക്കെ വളരെ മികച്ച രീതിയിൽ കളിച്ചു. സോ ആ ഒരു രീതിയിൽ നമ്മൾ 16 പോയിൻ്റ് നേടി. ബട്ട് റൺ റേറ്റിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ പുറത്തു പോവുകയാണ് ഉണ്ടായത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അടുത്ത വീഡിയോയിൽ കാണുന്നത്. ഗുഡ് ബൈ.